ഉപയോഗിച്ച വാഹനങ്ങൾ വാങ്ങിവിൽക്കുന്ന യൂസ്ഡ് കാർ ഷോറൂമുകൾക്ക് ഓതറൈസേഷൻ സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കി മോട്ടോർ വാഹന വകുപ്പ്. മാർച്ച് 31 മുതൽ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾക്ക് സർട്ടിഫിക്കറ്റില്ലാതെ സംസ്ഥാനത്ത് പ്രവർത്തിക്കാൻ സാധിക്കില്ല. സർട്ടിഫിക്കറ്റില്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നതിനോടൊപ്പം വാഹനങ്ങളെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തുമെന്നും മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ അറിയിച്ചു. കേന്ദ്ര സർക്കാർ 2023 ഏപ്രിൽ മുതൽ യൂസ്ഡ് കാർ ഷോറൂമുകൾക്ക് ഓതറൈസേഷൻ സർട്ടിഫിക്കറ്റ് പ്രാബല്യത്തിൽ വരുത്തിയിരുന്നെങ്കിലും സംസ്ഥാന മോട്ടോർ വാഹന വകുപ്പ് കർശനമാക്കി. എന്നാൽ സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങളുടെ വിൽപ്പനയുമായി ബന്ധപ്പെട്ട് പരാതികൾ കൂടുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴിത് കർശനമാക്കുന്നത്. 5 വർഷത്തെ കാലാവധിയാണ് സർട്ടിഫിക്കറ്റിനുണ്ടാകുക. 25,000 രൂപയാണ് അപേക്ഷാ ഫീസ്. സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിനായി കേന്ദ്ര സർക്കാരിന്റെ പരിവാഹൻ വെബ്സൈറ്റ് മുഖേന അപേക്ഷിക്കാം. ഇത്തരം സ്ഥാപനങ്ങൾക്ക് സർട്ടിഫിക്കറ്റുകൾ നൽകുന്നതിനും മാനദണ്ഡമുണ്ട്. വാഹനങ്ങൾ നിർത്തിയിടാൻ മതിയായ സ്ഥലം ഉണ്ടാകുകയും റോഡിന്റെ വശങ്ങളിൽ നിർത്തിയിടില്ലെന്ന് ഉറപ്പുവരുത്തുകയും വേണം. സ്ഥാപനങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ഓതറൈസേഷൻ സർട്ടിഫിക്കറ്റ് പൊതുജനങ്ങൾക്ക് വ്യക്തമായി കാണാൻ സാധിക്കുന്ന തരത്തിൽ പ്രദർശിപ്പിക്കണം. സർട്ടിഫിക്കറ്റ് ലഭിച്ച ഡീലർമാർക്ക് രജിസ്ട്രേഷൻ, ഫിറ്റ്നസ് പുതുക്കുക, NGO എന്നിവയ്ക്ക് അപേക്ഷ സമർപ്പിക്കുക, വാഹനത്തിന്റെ ഉടമസ്ഥാവകാശം മാറ്റുക, പുകപരിശോധന സർട്ടിഫിക്കറ്റ് എടുക്കുക എന്നിവയ്ക്ക് അർഹതയും ഉണ്ടാകും. വാഹനം വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ടെസ്റ്റ് ഡ്രൈവ് നടത്തുക, റിപ്പയർ ചെയ്യുന്നതിനോ പെയിന്റ് ചെയ്യുന്നതിനോ കൊണ്ടുപോകുക, പുകപരിശോധന സർട്ടിഫിക്കറ്റ് എടുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾക്ക് മാത്രമേ വിൽപ്പനയ്ക്കായി എത്തിച്ച വാഹനങ്ങൾ പുറത്തേക്ക് ഇറക്കാൻ പാടുള്ളൂവെന്നും ഡീലർമാർക്ക് നിബന്ധനയുണ്ട്. പുറത്തേക്ക് ഇറക്കുമ്പോൾ സ്ഥാപനത്തിന്റെ ഓതറൈസേഷൻ സർട്ടിഫിക്കറ്റ് വാഹനത്തിൽ പ്രദർശിപ്പിക്കണമെന്നും ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഇറക്കിയ ഉത്തരവിൽ പറയുന്നുണ്ട്.